നമസ്കാരം. സ്കൂളുകളിൽ ഗായത്രി മന്ത്രവും സരസ്വതി മന്ത്രവും പോലുള്ള ഉദാത്തമായ വചനങ്ങൾ ചൊല്ലണമെന്ന സർക്കാർ തീരുമാനത്തെ ചില തൽപര കക്ഷികൾ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലെ ജഡ്ജസ് അമിതേന്ദ്ര കിഷോർ പ്രസാദിന്റെ ബെഞ്ചിൽ നിന്ന് ഉയർന്നു വന്നത് വിവേകത്തിന്റെ ശബ്ദമാണ്. ഈ മന്ത്രങ്ങൾ കേവലം മതപരമായ അനുഷ്ഠാനങ്ങളല്ല, മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന ധാർമ്മിക പാഠങ്ങളുടെ സത്തയാണെന്ന് കോടതി തിരിച്ചറിഞ്ഞു. ആരും ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും സർക്കാർ ഉത്തരവ് ഭരണഘടനയുടെ മൗലികാവകാശ ലംഘനമല്ലെന്നും വ്യക്തമായതോടെ ഈ വിഷയം ഒരു വിവാദം എന്നതിലുപരി സംസ്കാര സംരക്ഷണത്തിന്റെ അഭിമാന മുഹൂർത്തമായി മാറിയിരിക്കുന്നു. ഹർജിക്കാരൻ ഉന്നയിച്ച വാദങ്ങൾ അപക്വമാണെന്ന് കോടതി പറഞ്ഞു. നമ്മുടെ പാരമ്പര്യത്തെയും സാംസ്കാരിക അടിത്തറയും അകാരണമായി പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത താക്കീത് കൂടിയാണിത്. ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഉതിർന്നു വീഴുന്ന ഓരോ ശബ്ദ തരംഗത്തിലും തലച്ചോറിന്റെ കോശങ്ങളെ പോലും ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ആധുനിക ന്യൂറോ സയൻസ് പോലും ഇന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. കുട്ടികളിൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും പഠനത്തോടുള്ള താല്പര്യം ഇരട്ടിയാക്കാനും ഈ മന്ത്രോച്ചാരണം സഹായിക്കുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യം കൂടിയാണ്. നാസ പോലുള്ള ലോകപ്രശസ്ത ഗവേഷണ സ്ഥാപനങ്ങൾ പോലും സംസ്കൃതത്തിലെ ഉച്ചാരണ രീതിയുടെ പ്രത്യേകതയെപ്പറ്റി നടത്തിയ പഠനങ്ങൾ ശ്രദ്ധേയമാണ്. ഒരു കുട്ടിയുടെ മനസ്സ് വളരെയധികം ലോലമാണ്. അതിൽ അസ്വസ്ഥതകളില്ലാത്ത പോസിറ്റീവായ ഊർജ്ജം നിറയ്ക്കാൻ ഈ മന്ത്രങ്ങൾ ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. അറിവിന്റെ ദേവതയായ സരസ്വതിയെ പ്രാർത്ഥിക്കുന്നതും അജ്ഞതയെ അകറ്റാൻ ഗായത്രി മന്ത്രം ഉരുവിടുന്നതും കുട്ടികളിൽ എളിമയും ചിട്ടയും വളർത്തുന്നു. ഇതൊരു മതപരമായ ചടങ്ങായി ചുരുക്കി കാണാതെ തലച്ചോറിനെ ഉന്മേഷഭരിതമാക്കുന്ന ഒരു മാനസിക പരിശീലനമായി കാണുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ രീതി നമ്മുടെ കുട്ടികളെ വെറും ക്ലറിക്കൽ ജോലിക്കാരായി മാറ്റാനാണ് ശ്രമിച്ചത്. എന്നാൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഭാരതീയ ജ്ഞാന പരമ്പരയെ അഭിമാനത്തോടെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. മാതൃഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി എന്നിവ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് അവരുടെ തന്നെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ഗായത്രി മന്ത്രം പോലുള്ള പ്രാർത്ഥനകൾ കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതയും നന്മയും നിറയ്ക്കുന്നു. കേവലം പാഠപുസ്തകങ്ങളിലെ അറിവല്ല, മറിച്ച് ജീവിത മൂല്യങ്ങളാണ് ഒരാളെ പൂർണ്ണ മനുഷ്യനാക്കുന്നത്. സ്വന്തം സംസ്കാരത്തെയും വേരുകളെയും സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ഭാവിയിലെ ആഗോള മത്സരങ്ങളിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പാശ്ചാത്യ അറിവുകൾക്കൊപ്പം ഭാരതീയ ജ്ഞാനവും ചേരുമ്പോൾ അറിവിന്റെ പുതിയൊരു സൂര്യോദയം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 28(1) സർക്കാർ ഫണ്ട് നൽകുന്ന സ്കൂളുകളിൽ മതബോധം പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് മതബോധനമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളത് മതബോധനവും ധാർമ്മിക പാഠങ്ങളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നാണ്. 2002 പ്രശസ്തമായ സന്തോഷ് കുമാർ കേസ് വിധി ഇതിന് വലിയൊരു ഉദാഹരണം കൂടിയാണ്. ഭഗവത്ഗീതയും മറ്റ് ധാർമ്മിക ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് സുപ്രീം കോടതി തന്നെ അന്ന് വ്യക്തമാക്കിയതാണ്. കോടതി വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുന്നത് നമ്മുടെ ഭരണഘടന ഒരിക്കലും നമ്മുടെ സംസ്കാരത്തിന് എതിരല്ല എന്നാണ്. മതാചാരങ്ങൾ നിർബന്ധിക്കുന്നില്ല എങ്കിൽ ധാർമ്മികവും സാംസ്കാരികമായ പാഠങ്ങൾ നൽകുന്നത് ഒരു സർക്കാർ സ്ഥാപനത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സാമൂഹിക സേവനമാണ്. ഭരണഘടനയെ മറയാക്കി സാംസ്കാരിക മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് കോടതിയുടെ ഈ വിവേകപൂർണമായ വ്യാഖ്യാനം. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ ഉടനെ മതമൗലികവാദം എന്ന് മുദ്രകുത്താൻ ഇസ്ലാം മതസ്ഥർ തക്കം പാർത്തിരിക്കുകയാണ്. കേരളത്തിലായാലും ഛത്തീസ്ഗഡിലായാലും സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട എന്തിനേയും അവർ എതിർക്കുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം ഭാരതീയ സംസ്കാരത്തെ അടിച്ചമർത്തുക എന്നത് തന്നെയാണ്. മറ്റു മതങ്ങളിലെ കാര്യങ്ങളെ വലിയ വായിൽ പ്രകീർത്തിക്കുന്ന ഇവർ ഹിന്ദു പാരമ്പര്യത്തെ കാണുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അസ്വസ്ഥരാകുന്നത്? ഈ ചോദ്യം ഓരോ ഭാരതീയനും സ്വയം ചോദിക്കേണ്ടതുണ്ട്. വ്യാജ സെക്കുലറിസം പറഞ്ഞ് ഭാരതീയതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതാണ് കോടതിയുടെ ഈ വിധി. ധാർമ്മികതയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്നത് ഭാരതത്തെ തന്നെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. പൈതൃകത്തെ അപഹസിക്കുന്നവരുടെ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ധാർമ്മിക പാഠങ്ങൾ സ്കൂളുകളിൽ ഉൾപ്പെടുത്തിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അവിടെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിലും അച്ചടക്കത്തിലും വലിയൊരു കുതിച്ചുചാട്ടമാണ് രക്ഷിതാക്കൾ റിപ്പോർട്ട് ചെയ്തത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും സംസ്കൃതത്തിന്റെയും ഭാരതീയ തത്വചിന്തകളുടെയും ശാസ്ത്രീയത മനസ്സിലാക്കി വലിയ സർവകലാശാലകൾ അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. സ്വന്തം വീട്ടിലെ മുത്തശ്ശി കഥകളും ശ്ലോകങ്ങളും പാഠപുസ്തകത്തിൽ കാണുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഛത്തീസ്ഗഡ് സർക്കാർ ഈ പാത പിന്തുടരുമ്പോൾ അത് ഭാരതത്തിന്റെ യഥാർത്ഥ വിദ്യാഭ്യാസ കാഴ്ചയാണ് പ്രതിഫലിക്കുന്നത്. പരാജയപ്പെട്ട ആശയങ്ങളല്ല, കാലാതീതമായ സംസ്കാരമാണ് ഭാവിയിലേക്കുള്ള വഴി എന്ന് അവർ തെളിയിക്കുന്നു. ഒരു നല്ല സർക്കാർ വികസനം മാത്രം നോക്കിയാൽ പോരാ, വരും തലമുറയ്ക്ക് സംസ്കാരവും പകർന്നു നൽകണം. ഛത്തീസ്ഗഡ് സർക്കാർ നടപ്പിലാക്കിയ ഈ ഉത്തരവ് സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസന അജണ്ടയിൽ നിന്നും സർക്കാരിനെ വ്യതിചലിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ കോടതി സർക്കാർ പക്ഷത്ത് നിൽക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്.
നല്ല പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഈ ഉദ്യമത്തിന് സർക്കാരിന് കൂടുതൽ കരുത്തു പകരാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. വിവാദങ്ങളെ ഭയക്കാതെ ജനങ്ങളുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും ചേർത്ത് പിടിക്കുന്ന നിലപാട് ഭാവിയിൽ ഇത്തരം വലിയ മാറ്റങ്ങൾക്കും തുടക്കമിടും. നാടിന്റെ വികസനത്തിന് റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല, ചിന്തകളുടെ കെട്ടുറപ്പും അത്യാവശ്യമാണെന്ന് സർക്കാർ മനസ്സിലാക്കുന്നു. ഭൂരിഭാഗം രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മക്കൾ സംസ്കാരമുള്ളവരായി വളരണമെന്നാണ്. ആധുനികതയുടെ പേരിൽ നമ്മുടെ വേരുകൾ മറന്നുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സ്കൂളുകളിൽ മന്ത്രങ്ങളും ധാർമ്മിക പാഠങ്ങളും ചൊല്ലുന്നത് മക്കൾക്ക് നല്ല ശീലങ്ങൾ നൽകുമെന്ന് രക്ഷിതാക്കൾ വിശ്വസിക്കുന്നു. പല സ്കൂളുകളിലെയും അധ്യാപകരും ഇത് സമ്മതിക്കുന്നുണ്ട്. ഇത്തരം ചെറിയ പ്രാർത്ഥനകൾക്ക് ശേഷം ക്ലാസ് തുടങ്ങുന്നത് കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വളരെയധികം സഹായിക്കുന്നു. സമൂഹത്തിന്റെ ഈ വലിയ ആഗ്രഹം സർക്കാർ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതിന്റെ വിജയം. സത്യസന്ധമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇനിയും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണം. മാതാപിതാക്കളുടെ ഈ പിന്തുണ സർക്കാരിന് നൽകുന്ന ഊർജ്ജവും ചെറുതല്ല. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തെയും ചിന്താശേഷിയെയും പരിഷ്കരിക്കുക എന്നതാണ്. പലപ്പോഴും ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഭൗതികമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വ്യക്തിത്വത്തിന്റെ അടിത്തറയായ ധാർമ്മിക ബോധം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ഗായത്രി മന്ത്രം പോലുള്ള പ്രാർത്ഥനകൾ സ്കൂളുകളിൽ ഉൾപ്പെടുത്തുമ്പോൾ കുട്ടികളെ ഇസ്ലാം അജണ്ടകളിൽ നയിക്കപ്പെടില്ല. പകരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആത്മനിയന്ത്രണത്തിന്റെയും ചിട്ടയുടെയും പാഠങ്ങളാണ് അവിടെ പ്രാവർത്തികമാകുന്നത്. ഒരു പരീക്ഷാ ഹാളിലെ മാനസിക സമ്മർദ്ദത്തെയോ ജീവിതത്തിലെ തിരിച്ചടികളോ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് പാഠപുസ്തകങ്ങൾ പറയുന്നില്ല. എന്നാൽ ഇത്തരം പ്രാർത്ഥനകൾ കുട്ടികളിൽ സ്ഥിരതയുള്ള ഒരു മനസ്സിനെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. സാമൂഹിക ശാസ്ത്രജ്ഞർ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കുടുംബങ്ങളിൽ നിന്നും സാംസ്കാരിക കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കേണ്ട പല ധാർമ്മിക പാഠങ്ങളും ഇന്നത്തെ വിഭക്ത കുടുംബങ്ങളിൽ നിന്നും ലഭിക്കാതെ പോകുന്നുമുണ്ട്. സ്കൂളുകൾ കേവലം അക്കാഡമിക് കേന്ദ്രങ്ങൾ എന്നതിലുപരി കുട്ടികളുടെ സ്വഭാവ രൂപീകരണ കേന്ദ്രങ്ങൾ കൂടിയാകണം. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാഷയും പാരമ്പര്യത്തെയും അറിഞ്ഞു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. സ്വന്തം സംസ്കാരത്തിൽ അഭിമാനമുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും അന്യമായ സംസ്കാരത്തോട് വിദ്വേഷം തോന്നില്ല. പകരം അവർ കൂടുതൽ സഹിഷ്ണുതയുള്ളവരായി മാറും. കാരണം തങ്ങളുടെ വേരുകൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് തിരിച്ചറിയുന്നവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും എളുപ്പമാണ്. കൂടാതെ വരും തലമുറയിൽ കണ്ടുവരുന്ന ഐഡന്റിറ്റി ക്രൈസിസിന് ഒരു പരിഹാരം കൂടിയാണ് ഇത്തരം പ്രാർത്ഥനകൾ. ഗ്ലോബലൈസേഷന്റെ കാലത്ത് എല്ലാം പാശ്ചാത്യവൽക്കരിക്കപ്പെടുമ്പോൾ സ്വന്തം സ്വത്വം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ പൈതൃക ശീലങ്ങൾ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ എടുത്ത തീരുമാനം വെറുമൊരു ഭരണഘടനാ നടപടിയല്ല, തലമുറകളെ കൂട്ടിയിണക്കുന്ന ഒരു പാലമാണ്. അറിവ് സമ്പാദിക്കുന്നതിനൊപ്പം സംസ്കാരം കൂടി ശീലിക്കുന്ന കുട്ടികൾ നാളത്തെ നല്ല പൗരന്മാരായി മാറുമെന്നതിൽ തർക്കമില്ല. ഈ വിധിയിലൂടെ ഛത്തീസ്ഗഡ് ഹൈക്കോടതി വ്യക്തമാക്കിയത് നിയമപരമായ കാര്യങ്ങളെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള അവകാശം കൂടിയാണ്. ഇത്തരം തീരുമാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നത് നമ്മുടെ ദേശീയതയെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. പാശ്ചാത്യർ മതം എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക ആരാധനാക്രമത്തെയാണ്. എന്നാൽ ഭാരതീയ സങ്കല്പത്തിലെ ധർമ്മം എന്നാൽ ജീവിക്കേണ്ട രീതിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു മതത്തിന്റെ മാത്രം ആഗ്രഹമല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഗായത്രി മന്ത്രം പ്രാർത്ഥിക്കുന്നത് പ്രകാശത്തിന് വേണ്ടിയാണ്. അറിവ് എന്നത് മതം നോക്കി വരുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകൾ സ്കൂളുകളിൽ ചൊല്ലുന്നത് എല്ലാവർക്കും ഗുണകരമാണ്. ഇങ്ങനെ മതപരമായ കണ്ണടയിലൂടെ കാണാതെ മനുഷ്യ നന്മയ്ക്കുള്ള പ്രാർത്ഥനയായി എല്ലാവരും ഇതിനെ കാണണം. ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ്, ഇത് എല്ലാവരുടേതുമാണ്. നമ്മുടെ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരിക്കലും വഴിതെറ്റില്ലെന്ന് നമ്മുടെ പൂർവികർ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കോടതി വിധിയിലൂടെ സത്യം ജയിച്ചിരിക്കുന്നു. സംസ്കാരശൂന്യമായ ഒരു തലമുറയല്ല ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ, ഒപ്പം ആധുനിക സാങ്കേതിക വിദ്യയും കൈമുതലായ ഒരു പുതിയ ഭാരതത്തിലെ യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഇത് വെറും ഒരു കോടതി വിധി മാത്രമല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെ ശക്തമായ തിരിച്ചു വരവ് കൂടിയാണ്. ഇനി വരുന്ന തലമുറകൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കും. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജ്ഞാന പരമ്പര തന്നെയാണ്. കോടതി വിധിയിലൂടെ കിട്ടിയ ഈ കരുത്ത് ഉപയോഗിച്ച് കൂടുതൽ ധർമ്മത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.